ഈ പഞ്ചായത്തിലൂടെ പോകുന്ന ഒരാളും വിശന്നു പോകാൻ പാടില്ല എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൃപ്രങ്ങോട് പഞ്ചായത്താണ് മലപ്പുറത്തെ. ഇവിടെ നമുക്ക് ബോർഡ് കാണാം, വിശപ്പ് രഹിത തൃപ്രങ്ങോട്, വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം. പഞ്ചായത്തിൻ്റെ പദ്ധതിയാണ്. ഇവിടെ ഒരു നല്ല പദ്ധതി പഞ്ചായത്ത് നടപ്പിലാക്കി പറഞ്ഞിട്ട് വന്നതാണ്. ഏറ്റവും നല്ലൊരു ഇതാണ്. കാരണം ഓട്ടോ തൊഴിലാളികൾ, അതുപോലെ സാധാരണക്കാരായ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടായി നിൽക്കുന്ന ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു പദ്ധതിയാണിത്. ഒരു ദിവസം കഴിക്കണമെന്ന ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ മിക്കവാറും പോകുമ്പോൾ സമയം കിട്ടാറില്ല. അപ്പോൾ ഇന്ന് സമയം കിട്ടി, അങ്ങനെ കഴിക്കാം. ചേട്ടൻ ഇവിടുന്ന് കഴിക്കാറുണ്ട്? എങ്ങനെയുണ്ട് ഈ പദ്ധതി? കുഴപ്പമില്ല, നല്ല പരിപാടിയാണ്. ഇത് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് വിശന്ന് വരുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക. ഇത് കുടുംബശ്രീക്കാരാണ് ഇത് ചെയ്യുന്നത്. പഞ്ചായത്താണ് ഫണ്ട് വെച്ചിട്ടുള്ളത്, കുടുംബശ്രീക്കാരാണ് ഇത് ചെയ്യുന്നത്. ഒരു ദിവസം എത്ര പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കും? 80 പേർ. അപ്പം വരുന്ന ആളുകൾ പൈസ തന്നാലും കുഴപ്പമില്ല, തന്നില്ലെങ്കിലും കുഴപ്പമില്ല. പൈസ അവരുടെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ബോക്സിൽ ഇടുക. ആ ബോക്സിൽ രാവിലെ വന്ന് വൈകിട്ട് വരെ നിൽക്കും? അല്ല, 12:30 വരിക, 2 മണി വരെ പറഞ്ഞിട്ട്. നിങ്ങളിത് സർവ് ചെയ്യാൻ മാത്രമാണോ? ആ, അതെ. ആരാ ഭക്ഷണം ഉണ്ടാക്കുന്നത്? അവിടെ നമ്മളെ ജനകീയ ഹോട്ടലുണ്ട്, അവിടെ അയൽക്കൂട്ടക്കാർ പോയി അവരെ സഹായിക്കും. അവരെ കൂടെ അവർ ജനകീയ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഇതും 80 ആൾക്കാർ കൂട്ടി ഉണ്ടാക്കും. ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാ തുടങ്ങിയത്, തുടർന്ന് പോവായിരിക്കും അല്ലേ? പോണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ നല്ല ആക്റ്റീവാണ്. ആണല്ലേ? അതായത് ഈ പഞ്ചായത്തിലൂടെ പോകുന്ന ഒരാളും വിശന്നു പോകാൻ പാടില്ല എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വഴിയൊക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, വിശക്കുമ്പോൾ ഇവിടെ ഇറങ്ങാം, ഭക്ഷണവുമായി ഈ ചേച്ചിമാർ തയ്യാറായി നിൽക്കുന്നുണ്ടാവും. എങ്ങനെയുണ്ട് ഭക്ഷണം? നല്ല ഭക്ഷണമാണ്. ആരും വിശന്നിരിക്കരുത് എന്നുള്ള പഞ്ചായത്തിൻ്റെ ആശയം നല്ലൊരു ആശയമാണ്. എന്ന് വെച്ചാൽ കുറേ പാവപ്പെട്ട ആളുകളും പിന്നെ ഇവിടെ വന്ന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ഒരു ഭക്ഷണശാല നല്ലൊരു ആശയമാണ്. പിന്നെ നല്ല ഫുഡുമാണ്. മീൻ വറുത്തതുണ്ട്, മത്തി പൊരിച്ചതുണ്ട്, മത്തിക്കറി ഉണ്ട്, സാമ്പാറുണ്ട്. പപ്പടം തീർന്നുപോയി? അല്ലല്ലേ? എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള നന്മകൾ കൂടി ചേർന്നതാണ് നമ്മുടെ കേരളം. അതാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് യാത്ര തുടരാം.